പത്തനംതിട്ട തിരുവല്ല കുമ്പനാട് കാരൽ സംഘത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 പേർ പോലീസ് കസ്റ്റഡിയിൽ. ആക്രമണത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. നടന്നത് ക്രൂരമായ മർദ്ദനമെന്ന് കരോൾ സംഘാംഗങ്ങൾ 24-നോട് പറഞ്ഞു. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഈ കസ്റ്റഡിയിലുള്ള ആളുകൾ ആരൊക്കെയാണ്, എന്തൊക്കെയാണ് പോലീസ് നൽകുന്ന വിവരം ഈ സംഭവവുമായി ബന്ധപ്പെട്ട്? ശ്രീജിത്ത്, 3 പേരുണ്ട് ഉന്മേഷ. അതിൽ 3 പേരും ഇത്തരത്തിൽ അവിടെ മീൻ കച്ചവടം നടത്തുന്ന ആളുകളാണ് എന്നൊരു പ്രാഥമികമായ വിവരം പോലീസ് നൽകുന്നുണ്ട്. ഈ നിലവിൽ 5 പേർ ആണ് അറസ്റ്റ് കസ്റ്റഡിയിലായിട്ടുള്ളത്. അതായത് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ 5 പേരുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. പോലീസ് 5 പേരെ പിടിച്ചിട്ടുണ്ട്. അവരെ അല്പസമയത്തിനകം തന്നെ നമുക്ക് കാണിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ആ കരോൾ സംഘത്തിന്റെ പ്രതികരണം കൂടി വേണമെങ്കിൽ തേടാവുന്നതാണ്. കരോൾ സംഘ അംഗങ്ങൾ ഇവിടെ തന്നെ നിൽക്കുകയാണ്. ഏറ്റവും അവസാന വീട്ടിലാണ് ഇത്തരത്തിൽ ഒരു കരോൾ സിംഗിങ് നടത്തി അവിടെ നിൽക്കുമ്പോഴാണ് ആ വീടിനകത്തേക്ക് ഇത്തരത്തിൽ ഒരു കരോൾ സിംഗിങ് നടത്തി അവിടെ നിൽക്കുമ്പോഴാണ് ആ വീടിനകത്തേക്ക് കയറി ഒരു ആക്രമണം നടന്നത്. ഈ ഷർട്ടൊക്കെ ഇത്തരത്തിൽ കീറിയിട്ടുണ്ട്. ഷർട്ടെല്ലാം കീറിയ ഒരു അവസ്ഥയിലാണ് നിലവിൽ അവരുള്ളത്. വലിയൊരു ആക്രമണം തന്നെയായിരുന്നില്ലേ? ഒരു വലിയ ആക്രമണം എന്ന് പറഞ്ഞാൽ അത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. കാരണം ലേഡീസ് ഉള്ളതുകൊണ്ട് അവർ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവർ റിക്വസ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ പുറത്ത് നമ്മൾ ചെല്ലുമ്പോഴേ അവർ അറ്റാക്ക് ചെയ്യുകയാണ്. ലേഡീസ് കരഞ്ഞു പറയുന്നു, മക്കളെ മോനെ എന്നെല്ലാം വിളിച്ച് അവരോട് ഏതൊക്കെ രീതിയിൽ താഴ്ന്ന് സംസാരിക്കാമോ, പക്ഷെ അതൊന്നും കേൾക്കാനുള്ള ഈ ഒരു ചേച്ചിക്കാണ് ആക്രമണത്തിൽ അവർക്ക് കഴുത്തിന് അടി കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ അച്ഛയെ ഉപദ്രവിച്ചപ്പം ഞാൻ തടസ്സം വിളിച്ചതാണ്. അപ്പോഴാണ് എനിക്കും കിട്ടിയത്. ലേഡീസിനെല്ലാം മമ്മ പ്ലീസ് കം, എല്ലാവർക്കും അവരെല്ലാം ഗേറ്റില്ല. ഇവർ ഗേറ്റ് ക്രാഷ് ചെയ്യാൻ വേണ്ടി ഇവരെല്ലാം ഗേറ്റിൽ അതിൻ്റെ ഡാമേജ് അവരുടെ കൈക്കുണ്ട്. പക്ഷേ അത് ഹോസ്പിറ്റൽ ട്രീറ്റബിൾ ഡാമേജ് അല്ല. ബട്ട് കാരണം എന്തായിരുന്നു സംഭവം എന്ന് ഓർത്തെടുക്കാം. ഞങ്ങൾ വലിയൊരു ശബ്ദം കേട്ടോണ്ടാണ് വീടിൻ്റെ മുമ്പിൽ കാരൽസ് പാടാൻ നിന്ന് ഞങ്ങൾ വീടിൻ്റെ ഗേറ്റിൻ്റെ അടുത്തോട്ട് ഞങ്ങൾ കുറച്ച് പേർ ഓടിച്ചത്. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് പുരുഷന്മാർ ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇവരെ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ കൂടുതൽ ശബ്ദം കേട്ടിട്ട് ഞങ്ങൾ ചെന്നപ്പം ഞങ്ങളെയും ഭയങ്കര ബഹളമായിരുന്നു അവിടെ. നമ്മൾ അൺകൺട്രോളബിളായിട്ട് ഞങ്ങൾ കണ്ടപ്പോൾ ഒരു 10-ൽ കൂടുതൽ ആൾക്കാർ അപ്പോഴത്തേക്കിനും വന്നു. പിന്നെ അത് കഴിഞ്ഞ് ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവർ കാര്യം അറിയില്ലെന്ന് തോന്നുന്നു. കാര്യം അറിയാതെ ഇവർ അടിക്കടാ എന്നും പറഞ്ഞ ആ ഒരു ലഹരിയാണെന്ന് എനിക്ക് തോന്നുന്നു. മദ്യമാണെങ്കിൽ ഇത്രയും അതിലും ഭ്രാന്ത് പിടിച്ച പോലെ അറ്റാക്ക് ചെയ്യുമായിരുന്നു. ഒരു കാര്യവും അറിയാതെ ആരെ എന്ത് അറ്റാക്ക് ചെയ്യുന്ന ഞാൻ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു ഭയാനകമായ സിറ്റുവേഷൻ ആയിരുന്നു. ദൈവത്തിന്റെ കൃപ കൊണ്ട് ഞങ്ങൾക്ക് ആർക്കും ആളപായം പറ്റില്ല. പക്ഷേ ആ സമയത്ത് പോലീസ് ഇപ്പോൾ നടപടി 5 പേരെ പിടിച്ചെന്ന് പറയുന്നു. ഐ റിയലി അപ്രീഷിയേറ്റ് ദി SHO ഓഫ് കോയിപ്പുറം പോലീസ് സ്റ്റേഷൻ. ഞാൻ 2:30 സമയത്ത് പുള്ളിയെ വിളിച്ചപ്പോൾ ഇമ്മീഡിയറ്റ്ലി എൻ്റെ ഫോൺ എടുക്കുകയും ഫോഴ്സസിനെ അയക്കുകയും ചെയ്തു. ഇൻ കേസ് അവർ ഡിലേ ആയിരുന്നില്ല. കാരണം ഇവൻ ചെയിനും കൊണ്ട് അകത്ത് കയറി എല്ലാവരും അടിക്കാൻ പറഞ്ഞു. സൈക്കിൾ ചെയിൻ ഉണ്ടായിരുന്നു. അതൊരു ഡാമേജ് വന്നിരുന്നെങ്കിൽ കോൺസിക്വൻസസ് വുഡ് ഹാവ് ബീൻ മച്ച് ബാഡ്. സോ റിയലി അപ്രീഷിയേറ്റ് ദി സ്വിഫ്റ്റ് ആക്ഷൻ ബൈ കോയിപ്പുറം പോലീസ് സ്റ്റേഷൻ ആൻഡ് ഹിസ് ടീം. 5 പേരെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അവർക്ക് ഇത്തരത്തിൽ 5 പേരെ ഇതിങ്ങനെ ഒരു സംഭവം ആവർത്തിക്കപ്പെടാൻ പറ്റാത്തൊരു സംഭവം. കാരണം ഒരു ക്രിസ്മസ് ആണ്, സമാധാനത്തിന് സന്ദേശം നൽകുന്നതാണ്. ആവർത്തിക്കപ്പെടാൻ പാടില്ലാത്തതല്ലേ? തീർച്ചയായിട്ടും ഇത് ക്രിസ്തു എന്ന് പറയുന്നത് ശാന്തിയുടെയും സമാധാനത്തിൻ്റെ മെസ്സേജാണ് ക്രിസ്തു നമുക്ക് നൽകുന്നത്. അപ്പോൾ ഈ അവസരത്തിൽ ക്രിസ്തുവിൻ്റെ ആ ജന്മദിന ആഘോഷം പാട്ടുപാടി ആഘോഷിക്കുമ്പോൾ സാമൂഹിക വിരുദ്ധർ ഇത് വലിയൊരു വിപത്താണ് നമ്മുടെ സമൂഹത്തിന്. ഇത് കള്ള് മാത്രമാണ് കുഴപ്പമില്ല, അതിൻ്റെ കൂടെ എല്ലാവിധ ലഹരികളും ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇത് ഇവർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ അവരങ്ങ് വയലൻ്റ് ആകുന്നത്. അപ്പോൾ അത് വളരെ കേരളം അങ്ങോളം ഇങ്ങോളം ഉണ്ട്. പക്ഷേ ഇവിടെ ഞങ്ങളുടെ ഈ ഏരിയയിൽ ഇപ്പം സജീവമായിട്ടുണ്ട്. ഇത് പോലീസുകാർ അവരുടെ ലെവൽ ബെസ്റ്റ് ദേ ആർ ഡൂയിങ്. 5 പേരെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വലിയൊരു മെസ്സേജ്, റോങ് മെസ്സേജാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു നല്ല മെസ്സേജ് അല്ല. പക്ഷേ ഇതൊന്നും മതേതര കേരളത്തിന്റെ അല്ലെങ്കിൽ ശരി. ശ്രീജിത്ത് ശ്രീകുമാരനാണ് പോലീസ് സ്റ്റേഷൻ വിവരങ്ങൾ നൽകിയത്. 5 പേർ നിലവിൽ കസ്റ്റഡിയിലുണ്ട് ഈ അക്രമ സംഭവത്തിൽ എന്നാണ് ശ്രീജിത്ത് ഇപ്പോൾ അറിയിക്കുന്നത്.